ഹായ് നമസ്കാരം. അങ്കമനയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നിപ്പോൾ തൃശ്ശൂരാണുള്ളത്. വീണ്ടും ചോട്ടാ മുംബൈയുടെ ഒരു വിശേഷവുമായിട്ട് എത്തിയിരിക്കുന്നത്. യാദൃശ്ചികമായിട്ട് തൃശ്ശൂർ ടൗൺ വരെ എനിക്ക് വരേണ്ടി വന്നു. നഗരത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് നേരത്തെ ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നു. അതിലൊക്കെ തന്നെ പറഞ്ഞു തന്നത് ഒരു കാര്യം തന്നെ, ചോട്ടാ മുംബൈ എന്ന ചിത്രം വീണ്ടും റെക്കോർഡുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പോസ്റ്റർ ഞാൻ ശ്രദ്ധിച്ചു, അത് മനോഹരമായിരിക്കുന്നു. മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ 15th ഡേ ചോട്ടാ മുംബൈ. മോഹൻലാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ കയ്യൊക്കെ വിരിച്ച് നിൽക്കുന്ന ഒരു കിടിലൻ ഫോട്ടോ, വാസ്കോഡി ഗാമ എന്ന കഥാപാത്രമായിട്ട്. എന്തായാലും ആ കഥാപാത്രം വീണ്ടും അരങ്ങ് തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ചിത്രം വലിയ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം ചിത്രം 3.5 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇതുവരെ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. 4 കോടി, ഒരുപക്ഷെ ഇന്നത്തോടുകൂടി 4 കോടിയും കവർ ചെയ്തുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും ചിത്രം തകർത്തെറിയുമെന്നുള്ള രീതിയിൽ തന്നെയാണ്. റിലീസുകളുടെ റെക്കോർഡുകൾ തകർത്തെറിയുന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പോൾ ജോസ് തിയേറ്ററിൻ്റെ മുന്നിൽ നിന്ന് അല്പസമയം മുമ്പ് ഞാൻ കണ്ട കാഴ്ചയാണ്. ഫസ്റ്റ് ഷോ ഹൗസ്ഫുള്ളാണ്. ഏകദേശം 350-ലധികം സീറ്റുള്ള കപ്പാസിറ്റിയുള്ള ഒരു തിയേറ്ററാണ്. ആ തിയേറ്ററിൽ പോലും ഇന്ന് ഇപ്പോൾ ഒരു ദിവസമാണെന്ന് ഓർക്കണം. പോരാത്തതിന് നല്ല മഴയുണ്ട്. നമ്മുടെ വേഷഭൂഷാദികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഏതായാലും ആ ഒരു തിരക്കിനിടയിലും മഴക്കാലത്തിനിടയിലും ചിത്രം റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ചോട്ടാ മുംബൈ പോലെ തന്നെ മറ്റുള്ള സിനിമകളും മുന്നോട്ട് വരട്ടെ. അൻവർഷത്തിൻ്റെ തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ രാജമാണിക്യമൊക്കെ റിലീസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. റിലീസിലേക്ക് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് രാജമാണിക്യം. അതുപോലെ തന്നെ ബിഗ് ബി, ലാലേട്ടൻ്റെ ഹലോ, മമ്മൂക്കയുടെ മായാവി, അതുപോലെ തന്നെ രാവണപ്രഭു, അങ്ങനെ ഒട്ടനവധി സിനിമകളുടെ റിലീസിങ്ങിന് നിൽക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. ഔദ്യോഗികമായിട്ടുള്ള യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉദയനാണ് താരം എന്ന ചിത്രം വരുന്ന നാളുകളിൽ തന്നെ റിലീസിനെത്തും. മാത്രമല്ല അടുത്ത വർഷം മീശ മാധവൻ റിലീസിനെത്തുന്നു എന്നുള്ള വാർത്തകൾ ഔദ്യോഗിക തലത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരമുണ്ട്. ഏതായാലും പുതിയ സിനിമകൾക്കില്ലാത്ത ഒരു വലിയ മാജിക്ക് ചോട്ടാ മുംബൈക്ക് ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. സിനിമ ഇപ്പോൾ ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ഹൗസ്ഫുള്ളാണെന്നാണ് കിട്ടിയ റിപ്പോർട്ടുകൾ. ഫസ്റ്റ് ഷോയുടെ ഞാനിപ്പോൾ കണ്ടതാണ്. ഗേറ്റിൽ ഹൗസ്ഫുൾ ബോർഡ് തൂങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 9:00 കൂടിയിട്ട് സെക്കൻഡ് ഷോ ആരംഭിക്കും. അപ്പോൾ കൂടുതൽ വിശേഷവും ഇനി നമുക്ക് അറിയാൻ പോകുന്നേ ഉള്ളൂ. ഏതായാലും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പുതിയ സിനിമകളേക്കാൾ ഉപരി പഴയ സിനിമകൾ റിലീസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? ആ റിലീസുകളിൽ ഏതൊക്കെയാണെന്ന്, നടന്മാരുടെയാണെന്നൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതായാലും ചോട്ടാ മുംബൈ തകർത്ത് വരട്ടെ, മറ്റുള്ള ചിത്രങ്ങളും വരട്ടെ, പുതിയ റിലീസ് സിനിമകൾ തരംഗം സൃഷ്ടിക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ താഴെ കാണുന്ന